ചില ലീഡർഷിപ്പ് ഡിസിഷൻസ് അവ ഇപ്പോഴത്തെ കോർപ്പറേറ്റ് വേൾഡിൽ വർക്ക് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ചില കോർപ്പറേറ്റ് ലീഡർഷിപ്പ് ഡിസിഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ചില ലീഡേഴ്സ് പറയും, ഈ ടീമുകൾ തമ്മിലുള്ള കൺഫ്ലിക്റ്റ് നമുക്ക് ഒഴിവാക്കാം, കൺസെൻസസ് ഉണ്ടാക്കിയെടുക്കാം എന്നല്ല, ടീമുകൾ തമ്മിലുള്ള കൺഫ്ലിക്റ്റ് ഒഴിവാക്കാം, അവരെ തമ്മിൽ ചർച്ച ചെയ്യിക്കണ്ട, അവർ വേറെ വേറെ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യട്ടെ, അവർ കംഫർട്ടബിൾ ആവുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടും എന്ന് ചില ലീഡേഴ്സ് പറയാറുണ്ട്. ഇതെല്ലാം പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന, കുറച്ചു കാലം മുമ്പ് വരെ ഉണ്ടായിരുന്ന ടെക്നിക്സ് ആണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പൊ കാര്യങ്ങൾ മാറി. കാരണം ഈ ആളുകൾ തമ്മിൽ ചർച്ച ചെയ്താലേ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് അവിടെ ഉണ്ടാവുകയുള്ളൂ. ടീമുകൾ തമ്മിൽ ചർച്ച ചെയ്യണം, ടീമുകൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യണം, ടീമുകൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ബ്രെയിൻ സ്ട്രോമിംഗ് ഉണ്ടാവുന്നു, ബ്രെയിൻ സ്ട്രോമിംഗ് ഡിസ്കഷൻസിലേക്ക് വഴിമാറുന്നു, ഡിസ്കഷൻ എപ്പോഴും ഡിസിഷൻ മേക്കിങ്ങിലേക്കും വഴിമാറുന്നു. ഡിസ്കഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ആർഗ്യുമെന്റ് അല്ല. ഡിസ്കഷൻസ് നടക്കണം. ഡിസ്കഷൻസ് നടക്കുമ്പോഴാണ് ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവുക. അപ്പോൾ ഈ പറയുന്ന കൺഫ്ലിക്റ്റ് ഹെൽത്തിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ലീഡേഴ്സ് അതിന് തക്കവണ്ണമുള്ള സ്റ്റെപ്സ് എടുക്കണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ഷോർട്സിന്റെ പൂർണ്ണ രൂപമായ വീഡിയോ കാണുവാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.